നിലയ്ക്കാത്ത നേരത്ത് നമ്മളെ തേടിയെത്തുന്ന ഇരുട്ടാണ് മരണം. പിന്നെ വിരിയുന്ന പ്രകാശത്തിൽ കുഞ്ഞു പൂക്കളെ പോലെ ഒരു നേർത്ത പുഞ്ചിരിയുമായി നാം എങ്ങോട്ട് ഓടിമറയും. അവിടെ ആകാശത്തിൽ നക്ഷത്ര സമൂഹത്തിൽ ഒരു കൂട്ടായി നമ്മളും തെളിഞ്ഞു നിൽക്കും. മരണം ചിലപ്പോൾ കേൾക്കുന്നവർക്ക് കൗതുകമാണ്. നമുക്ക് പ്രിയമുള്ള ഒരാളുടെ മരണം നമുക്ക് ഭയമാണ്. അതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മരണം. ഇവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിൽ പ്രശസ്തിയിലേക്ക് എത്തപ്പെട്ടവരുടെ മരണവും അവരുടെ കുട്ടിക്കാലത്തെ പറ്റി ഓർത്ത് മറ്റുള്ളവർ ചിന്തിച്ച കാര്യങ്ങളുമാണ്. അവിടെ നമുക്ക് കൊടും ചൂടിൽ പുടിൻ മഞ്ഞത്ത് മോസ്കോവിൽ റൊട്ടിക്ക് ക്യൂ നിൽക്കുന്നത് കാണാം. പിന്നാലെ വിയറ്റ്നാമിലെ കൃഷിയിടത്തിൽ ലിൻഡൻ ജോൺസൺ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പെടുന്നത് കാണാം. ജൂതനായി ജനിച്ച് ഹിറ്റ്ലർ ഹമാസ് കൂട്ടുകാർക്കൊപ്പം പുഞ്ചിരിക്കുന്നതും കാണാം. മഹീന്ദ രാജപക്സെ ആകട്ടെ കങ്കേശൻ തുറയിൽ മീൻപിടുത്തക്കാരോട് കുശലം പറഞ്ഞ് നേരം പോക്കുന്നതും നമ്മൾ മലയാളികൾക്ക് കാണാൻ സാധിക്കും. പോൾ പോട്ട് കംബോഡിയൻ ലേബർ ക്യാമ്പിൽ തൊഴിലാളികളോട് തൊഴിൽ അഭിരുചിയെ പറ്റി സംസാരിക്കുന്നതും കേൾക്കാൻ സാധിക്കും. VS അച്യുതാനന്ദനാകട്ടെ ആലപ്പുഴയിൽ കയത്തൊഴിലാളികളുടെ പ്രശ്നം പഠിക്കുന്ന തിരക്കിലായിരിക്കും. മാർത്താണ്ഡവർമ്മയാകട്ടെ മുഞ്ചിറക്കടപ്പുറത്ത് കടലരയന്മാരുടെ മത്സ്യബന്ധന സൗകര്യങ്ങളും അവ വിപുലപ്പെടുത്താനുമുള്ള തിരക്കിലായിരിക്കും. ഇതിനൊക്കെ പുറമെ പിങ്ക് നഗരമായ ജയ്പൂരിലെ ഹവേലിയിലെ ജെറോക്കയിൽ രാധ എന്ന പെൺകുട്ടി നിശബ്ദമായ നോട്ടത്തിലൂടെ ഹൃദയം കൈമാറുന്നത് കാണാം. ശ്രീനിവാസനാകട്ടെ ഒരു തുണ്ട് പേനയും കടലാസുമായി തിരക്കഥ എഴുതുന്ന തിരക്കിലായിരിക്കും. അതെ, പ്രശസ്തരുടെ മരണം മനോഹരമായ പ്രണയത്തിന്റെ ഒരു വേനൽക്കാലം സൃഷ്ടിച്ച് പിന്നീട് നമ്മളോട് നിരന്തരം സംസാരിക്കും. നിശബ്ദം പെയ്യുന്ന മഴ പോലെ.